وعرضنا جهنم يومئذ للكافرين عرضا. അവിശ്വാസികൾക്ക് അന്നേ ദിവസം നാം നരകത്തെ ശരിയാംവണ്ണം കാണിച്ചു കൊടുക്കുന്നതാണ്. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. എന്റെ സന്ദേശത്തിന്റെ മുമ്പിൽ ആരുടെ കണ്ണുകൾക്ക് മൂടി വീണു പോകുകയും അതു കേട്ട് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കാതാവുകയും ചെയ്തിരുന്നുവോ അവരത്രേ ആ അവിശ്വാസികൾ. أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا. എനിക്ക് പുറമെ എന്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിക്കുകയാണോ? തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കിവച്ചിരിക്കുന്നു. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരത്രേ അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കെട്ടി പച്ച പുതച്ച കബറിന് മുകളിൽ വിതറിയ പൂവും നിവേദ്യമായി നൽകുന്ന പഴവും കത്തി നിൽക്കുന്ന നിലവിളക്കും ഈ വികല വിശ്വാസത്തിൽ വിലയം പ്രാപിച്ച ആധുനിക യാഥാസ്ഥിതിക സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അടിസ്ഥാനരഹിതമായ ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള അനുരാഗം ഇവിടെയും അവസാനിക്കുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഔലിയാക്കളുടേതെന്ന മിഥ്യാധാരണയിൽ അവരുടെ മക്ബറകളിൽ തുലാഭാരം നടത്തുന്നതുവരെ എത്തി നിൽക്കുകയാണ് ഈ പാമര സമൂഹം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വന്തം കുഞ്ഞിന് തുലാഭാരം നടത്തിയ അബൂബക്കർ ഹാജി സൃഷ്ടിച്ച വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ട് കാലം ഏറെയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവ തമ്മിലുള്ള വ്യത്യാസമറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് യഥാർത്ഥ ഇസ്ലാമിക സമൂഹം. കല്ലുകളോടും മരങ്ങളോടും അവയിൽ കൊത്തിയുണ്ടാക്കിയ രൂപങ്ങളോടുമുള്ള ആരാധന ബുദ്ധിശൂന്യതയുടെ പര്യായമായാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നതെന്ന് അമുസ്ലിങ്ങൾക്ക് പോലും അറിയാം. ഒരു മുസ്ലിം കല്ലിനു മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് താങ്കൾക്ക് സങ്കല്പിക്കാനാവുമോ? എന്നാൽ ഇതും കേരളീയ മക്ബറ സംസ്കാരത്തിൽ തന്നെ നമുക്ക് ദർശിക്കാനാവും. പാലക്കാട്, കോഴിക്കോട് നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയിലെ നാട്ടുകൽ എന്ന സ്ഥലത്തിന് ആ പേര് കൈവന്നത് തന്നെ ഈ ആരാധിക്കപ്പെടുന്ന കല്ലിനാലാണത്രേ. കല്ലിനു മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തെ പൗരോഹിത്യം ഇനിയും നയിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം. നീണ്ടുകിടക്കുന്ന ഒരു വള്ളിയും അതിൽ തൂക്കിയിട്ട പച്ച പുതപ്പുകളുമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെയും ചുക്കാൻ പിടിക്കുന്നത് പുരോഹിതന്മാർ തന്നെ. വള്ളിക്ക് മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾ മക്ബറകളിലെ ആത്മീയ വ്യാപാരത്തിനപ്പുറം പുതിയ വ്യാപാരങ്ങളുടെ സാധ്യതകൾക്കുള്ള സാധൂകരണവും ബുദ്ധിശൂന്യതയുടെ പര്യായവുമാണെന്ന് പറയാതെ വയ്യ. നിലവിലുള്ള മക്ബറകളുടെ ചരിത്രവും വർത്തമാനവും വിവരിക്കുന്ന കൂട്ടത്തിൽ പുതിയ ഖബർത്തോട്ടങ്ങൾക്കുള്ള സൂചനകൾ നൽകുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എന്റെ നാട്ടില് ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസയും തവസ്സുലും അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ